നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മൾ വീടുകളെക്കുറിച്ച് പറയുമ്പോൾ തെക്കിനി, വടക്കിനി, കിഴക്കിനി, പടിഞ്ഞാറ്റിനി എന്നെല്ലാം കേട്ടിട്ടുണ്ടോ അല്ലേ? ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവും? ആദ്യകാലത്ത് എനിക്കും മനസ്സിലായിരുന്നില്ല. പിന്നെ ഇത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ സംഭവം എന്നുള്ള കാര്യം. നമുക്കിന്ന് അതെന്താണെന്ന് നോക്കാം. കേരളത്തിലെ വീടിനെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് നാലുകെട്ടാണ്. നാലുകെട്ടിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നടുമുറ്റമുണ്ടാവും ഇല്ലേ? നടുമുറ്റത്തിൻ്റെ തെക്കുവശത്തുള്ള വീടിനെയാണ് തെക്കിനി എന്ന് പറയുന്നത്. അത് ശരിക്ക് ഒറ്റ വീടാണ്, ദർശനം വടക്കോട്ടാണ്. അതിൻ്റെ നടുമുറ്റത്തിൻ്റെ വടക്കുള്ള വീടിനെയാണ് വടക്കിനി എന്ന് പറയുക. അതിൻ്റെ പടിഞ്ഞാറുള്ള വീടിനെയാണ് പടിഞ്ഞാറ്റിനി, കിഴക്കുള്ള വീടിനെയാണ് കിഴക്കിനി എന്ന് പറയുക. അഥവാ തെക്കിനി വടക്കോട്ട് ദർശനമുള്ള വീടും വടക്കിനി തെക്കോട്ട് ദർശനമുള്ള വീടും പടിഞ്ഞാറ്റിനി കിഴക്കോട്ട് ദർശനമുള്ള വീടും കിഴക്കിനി പടിഞ്ഞാറ് ദർശനമുള്ള വീടുമാണ്. മനസ്സിലാക്കാമല്ലോ? എല്ലാം ഈ നടുമുറ്റത്തിൻ്റെ ചുറ്റുമുള്ള വീടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇനിയിപ്പം ഇതിലേതാണ് നല്ല വീട് എന്നൊരു ചോദ്യം. നമ്മൾ സാധാരണ ഇതിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന വീട് ഏതാണെന്ന് ചോദിച്ചാൽ ചില ആചാര്യന്മാർ പറയാറുണ്ട് തെക്കിനിയാണ് നല്ല വീട്, മീൻസ് വടക്ക് ദർശനമുള്ള വീടാണ് നല്ല വീട്. ചിലർ പറയാറുണ്ട് പടിഞ്ഞാറ്റിനിയാണ്, മീൻസ് കിഴക്ക് ദർശനമുള്ള വീടാണ് ഏറ്റവും നല്ല വീട്. നമുക്കതിൻ്റെ അഭിപ്രായം എന്തോ ആയിക്കോട്ടെ, നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ അറിവ് പ്രകാരം എന്താണ് ഇതിന് കാര്യം എന്ന് നോക്കാം. വടക്ക് ദർശനമുള്ള വീടിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് വശത്താണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ ഒരു ഏപ്രിൽ പകുതിക്ക് ശേഷം മാത്രമേ നമ്മുടെ കേരളത്തിൻ്റെ വടക്കോട്ട് സൂര്യൻ സഞ്ചരിക്കാറുള്ളൂ. ഏപ്രിൽ മാസം പകുതി, വിഷു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ വടക്കോട്ട് സൂര്യൻ നീങ്ങുകയും അതിനുശേഷം മാത്രമേ ഒരു തെക്കിനി വീടിൻ്റെ മുൻവശത്ത്, അതായത് വടക്ക് വശത്ത് സൂര്യപ്രകാശം വീഴുകയുള്ളൂ. വേറൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഏപ്രിൽ, മെയ്, ജൂൺ ഒരു 20 ജൂൺ മാസം ആദ്യം തന്നെ മഴ ആരംഭിക്കുന്നു അല്ലേ? 20-21 സൂര്യൻ തെക്കോട്ട് യാത്ര ചെയ്യും, മീൻസ് അയനം എന്നതിന് പറയാം. അപ്പം ഏതാനും ചില മാസങ്ങളിൽ മാത്രമേ, അതായത് സമയങ്ങളിൽ മാത്രമേ, അല്ലെ ദിവസങ്ങളിൽ മാത്രമേ തെക്കിനി എന്ന വീടിൻ്റെ വടക്ക് ദർശന വീടിൻ്റെ വടക്ക് വശത്ത് സൂര്യൻ്റെ പ്രധാന ശല്യം ഉണ്ടാവുകയുള്ളൂ. സാധാരണ നമ്മളെവിടെ ഇരിക്കുക, ഒരു വീട്ടിൽ മിക്കവാറും സിറ്റ് ഔട്ട് ആ ഏരിയയിലൊക്കെ ഇരിക്കുക. അപ്പം ഏറ്റവും സുഖമായി ഇരിക്കാൻ പറ്റിയ സ്ഥലം അവിടെ ആയിരിക്കും. ഇനിയിപ്പം പടിഞ്ഞാറ്റിനാണെന്ന് കൂട്ടുക കിഴക്ക് ദർശനമായ വീട്, രാവിലെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് ശേഷം അതിൻ്റെ സിറ്റ് ഔട്ടിൽ സൂര്യപ്രകാശം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് സുഖമായിട്ടിരിക്കാം. നേരെ മറിച്ച് കിഴക്കിനെയാണെങ്കിൽ, എനിക്കൊന്ന് തെറ്റിപ്പോകാറുണ്ട്, കിഴക്കിനെയാണെങ്കിൽ അത് പടിഞ്ഞാറ് ദർശനമാണ്. ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ മുൻവശത്ത് നല്ല ചൂടായിരിക്കും. ഒരു പ്രത്യേകത, രാവിലെ മുതൽ ചൂടായ അന്തരീക്ഷത്തിലാണ് നല്ല ചൂട് വരിക. അപ്പം ആ ചൂട് ശക്തി കൂടുതലായിരിക്കും. ഇനി വടക്കിനെയാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ട് എനിക്കിതിന് തെറ്റിപ്പോകാറുണ്ട്, വടക്കിനെയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ ഈ ഇതിൻ്റെ മുൻവശത്തായിരിക്കും ഏറ്റവും കൂടുതൽ സൂര്യനുണ്ട്. കാരണം നമ്മുടെ ഭൂമിയിലേക്ക് വടക്ക് വശത്താണ് കേരളം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീട് വെക്കുമ്പം പരമാവധി തെക്കിനിയോ പടിഞ്ഞാറ്റിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി സുഖകരമായിരിക്കും. തെക്കോട്ട് ദർശന വീട് മോശം എന്നല്ല. അപ്പം നമ്മൾ സിറ്റ് ഔട്ടൊക്കെ അല്ലെങ്കിൽ വരാന്ത ഇറക്കി കൊടുത്ത് ആ റൂമുകളൊക്കെ സംരക്ഷിക്കണം. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുക കാര്യത്തിൽ. ഇനി നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്താ പറയുന്നത് നോക്കാം. അത് ഞാൻ ഒന്ന് വായിക്കാം. നാലുകെട്ടല്ലാതെ ഒരു ഗ്രഹം മാത്രമേ പണിയുവാൻ വിചാരിക്കുന്നുള്ളൂവെങ്കിൽ അത് തെക്കിനിയാണ് വേണ്ടത്. 2 ഗ്രഹം വേണമെങ്കിൽ തെക്കിനിയും പടിഞ്ഞാറ്റിനിയും, ഞാൻ ആദ്യം പറഞ്ഞ 2 ഇത്, ഒന്ന് വടക്ക് ദർശനമുള്ളതും ഒന്ന് കിഴക്ക് ദർശനമുള്ളതും. 4 വേണമെങ്കിൽ, അല്ല അതിനു മുമ്പ് 3 വേണമെങ്കിൽ രണ്ടും വടക്കിനിയും പണിയണം, മീൻസ് തെക്കിനിയും പടിഞ്ഞാറ്റിനിയും വടക്കിനിയും പണിയണം. 4 വേണമെങ്കിൽ 4 കെട്ടാണ് പണിയേണ്ടത്. 1 ഗ്രഹം മാത്രമാണെങ്കിൽ പടിഞ്ഞാറ്റിനാണ് പണിയേണ്ടതെന്ന് ചില ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ തെക്കിനി എന്താണെന്ന് മനസ്സിലായി, വടക്ക് ദർശനമായ വീടാണ്. പടിഞ്ഞാറ്റിനി കിഴക്ക് ദർശനമായ വീടാണ്. വടക്കിനി തെക്ക് ദർശനമായ വീടാണ്. ഇനി കിഴക്കിനി പടിഞ്ഞാറ് ദർശനമായ വീടാണ്. ഇപ്പോൾ ഏതാണ്ട് കാര്യം മനസ്സിലായി കാണുമല്ലോ. പുതിയ അറിവ് വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.